ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിനൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അതിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. എനിക്കറിയാവുന്ന ആൾക്കാർക്ക് ഈ ദോഷം വരുന്നതേ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ. വിഷ്ണുട്ടാ, നമുക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു തരുന്ന ആളാ. വിഷ്ണുട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ പൂട്ടാനുള്ള തന്റെ ഈ ഓട്ടം ഉണ്ടല്ലോ, ഒരു ദിവസം എന്നെ ലോക്കപ്പിൽ കയറ്റാന്നുള്ള തന്റെ കൊതി, അതൊരുമാതിരി പട്ടിയുടെ വായിലിരിക്കുന്ന ഇറച്ചി കഷ്ണം നോക്കി പൂച്ചയുടെ ഇരിപ്പോലെ. ഇറച്ചി കഷ്ണം ഒട്ട് കിട്ടൂല, പട്ടിയുടെ കയ്യിൽ നിന്ന് നല്ല മുട്ടം പണി കിട്ടുകയും ചെയ്യും. ഇനി മേല എൻ്റെ വീടിനകത്ത് കയറി എൻ്റെ അച്ഛനും അമ്മയും ഒരു നോട്ടം കൊണ്ട് പോലും നീ വേദനിപ്പിച്ചു എന്നറിഞ്ഞ നിന്റെ ഈ സ്ഥാനമാനങ്ങൾ, ഈ തൊപ്പിയുടെ മഹത്വമൊക്കെ ഞാനങ്ങ് മറക്കും. ഭീഷണിയാന്നോടാ? അത് തനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. കാരണം ഞാനിപ്പോ തീർത്ത നിരപരാധിയാ. പിന്നെ ആ മോഷണ കേസ്, അതിനൊരു തെളിവുമില്ല. ഇനി അതേറ്റം ഉണ്ടാക്കിക്കൊണ്ട് വന്ന അതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. എങ്കിൽ ഇപ്പൊ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കും. നീ പറഞ്ഞല്ലോ ആ മോഷണ കേസിനെതിരെ ഒരു തെളിവില്ലെന്ന്. അതിപ്പോ മോഷണ കേസല്ല, പകരം നടന്നിരിക്കുന്നതേ ഒരു ആത്മഹത്യാ ശ്രമമാ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നീ കാരണമേ ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ കാര്യങ്ങൾ പിന്നെ ഞാൻ പറയാതെ തന്നെ ഊഹിക്കാലോ. മേഡം, ആ പെൺകുട്ടി മരണപ്പെട്ടാൽ അത് പിന്നെ ഏത് വഴിക്കൊക്കെ പോകുന്നുവെന്ന് അത് കൊണ്ടുപോകുന്നവരൊക്കെ അറിയാൻ പറ്റും. ഈ അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അങ്ങനെ എല്ലാ കേസിലും കയറി ഇടപെടാനും പറ്റില്ലല്ലോ. അതാ. പിന്നെ ആ പെൺകുട്ടിയുടെ വിവാഹം ഒരിക്കൽ മുടങ്ങിയത് മേഡം കാരണമാണെന്ന് ആരൊക്കെയോ പറയുന്നേം കേട്ടു. ഈ വിവാഹം നടത്തരുത്. ഇതിപ്പോ രണ്ടാമതൊരു കല്യാണം ഓർപ്പിച്ചു വന്നപ്പോ അതിങ്ങനെയായി. ചൊവ്വാദോഷമുള്ള കുട്ടിയല്ലേ, അതിന്റെ ഒരു വിഷമോ കാണും. എന്തായാലും അതിനൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അതിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. എനിക്കറിയാവുന്ന ആൾക്കാർക്ക് ഈ ദോഷം വരുന്നതേ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ആ കേസൊന്നും എന്റെ കയ്യിലോട്ട് കെട്ടിക്കോട്ടടാ. ആ പെണ്ണിനെ ഹോസ്പിറ്റലിട്ട് കൊന്നിട്ടാലും നിന്നെ ഞാൻ പൂട്ടും. ഇതിൽ ചന്ദ്രബോസ് കളിക്കും. അറിയാവുന്ന കളികളൊക്കെ അവൻ കളിക്കും. എന്തെങ്കിലും നമുക്ക് ഉടനെ ചെയ്തു വെക്കൂ. ഓട്ടോയിൽ വെച്ച് കാണാതായ സ്വർണം അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാലേ ഇതുമൂലം ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റൂ. നീ ഇതെവിടെയായിരുന്നു? ഫോൺ പോലും എടുക്കാതെ. ഫോൺ റൂമിലാ. അമ്മയ്ക്ക് ജ്യൂസ് ഐറ്റംസ് ഒക്കെ കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞില്ലേ, അതുകൊണ്ട് ആപ്പിൾ ഓറഞ്ചൊക്കെ വാങ്ങാൻ പോയതാ.
കുറേശ്ശെ ഇതങ്ങ് ചെല്ലുമ്പോ ഉള്ളൊന്നും തണുക്കുമല്ലോ. ഇനിയിപ്പോ ഇതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല അനുവേ. ഉള്ളിനി തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോ ശരീരം മൊത്തം തണുത്തോളും. അങ്ങള് അമ്മയ്ക്ക് എന്തെങ്കിലും? എടാ, ഇനിയൊന്നും അമ്മയ്ക്ക് വരില്ലടാ. അമ്മ പോയി. എന്റെ ചേച്ചി പോയി. നമ്മളെല്ലാം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോയടാ. അയ്യോ ഈശ്വര. അങ്ങളെ, എനിക്ക് എന്റെ അമ്മയെ കാണണം. ഇനി ആരും എന്റെ ചേച്ചിക്ക് വേണ്ടി കഷ്ടപ്പെടണമെന്ന് ചേച്ചി തന്നെ തീരുമാനിച്ചു. സ്വന്തമായി ഇങ്ങനെ തീരുമാനം എടുക്കാൻ പണ്ടേ ചേച്ചി ഒട്ടും മടിക്കാറില്ലല്ലോ. ഈശ്വര, അമ്മ എനിക്ക് എന്റെ അമ്മയെ കാണണം. ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. അവര് റൂമിൽ നിന്ന് മാറ്റി. അമ്മയ്ക്ക് ഞാൻ എന്ത് സങ്കടം കൊടുത്തിട്ടുള്ളൂ. ഞാൻ കാരണം ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഞാനിനി ഈശ്വര. സ്നേഹമായിരുന്നടാ. എന്റെ ചേച്ചിക്ക് നിന്നോട് സ്നേഹം തന്നെയായിരുന്നു. പക്ഷേ പുറത്ത് കാണിക്കാൻ അറിയില്ലായിരുന്നു. അതായിരുന്നു എന്റെ ചേച്ചിയുടെ ജീവിതത്തിലെ പരാജയവും. എന്തായാലും വന്നത് വന്നു. മാനടുത്ത് നമുക്കാർക്കും പിടിച്ചിരുത്താൻ പറ്റില്ലല്ലോ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ചേച്ചിയുടെ ചടങ്ങുകളെല്ലാം ഭംഗിയായി ചെയ്യണം. ആത്മാവിന് ശാന്തി കിട്ടണം. അത് നിന്റെ കടമയാ. ഒരു മകനെന്ന രീതിയിൽ നിനക്കിനി അമ്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്നതും ബലികർമ്മങ്ങൾ തന്നെയാ. അത് നീ ചെയ്യണം. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ദേവി. ഒരു കുഞ്ഞിനെ പോലും, ഒരു വടിയെടുത്ത് പോലും തല്ലാൻ കെൽപ്പില്ലാത്ത ഒരാളാ ഞാൻ. ഞാനായിപ്പോ